ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങൾക്കുള്ള ഭാര്യമാരെയും സന്താനങ്ങളെയും കൺകുളിർമയുള്ള സാലിഹീങ്ങളായ കുട്ടികളാക്കേണമേ. സമുദായത്തിന് നേതൃസ്ഥാനം അലങ്കരിക്കുന്ന നല്ലവരായ കുട്ടികളാക്കേണമേ. മാതാപിതാക്കൾ ഗുണമുള്ള ഖിദ്മത്ത് ചെയ്യുന്ന ദുആ ചെയ്യുന്ന മക്കളാക്കേണമേ. അങ്ങനെയുള്ള ദ്വാരക്കൾ എപ്പോഴും കുറെ മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാലിഹായ മക്കളാകണം. ആരെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് മരിച്ചു പോയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവന്റെ ഖബറിലേക്ക് തീക്കട്ടയുടെ മഴ വർഷിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇദാ സല്ലൈതു സ്വലവാത്തിൽ ഖംസ വസുംതു റമളാന വഅദ്ദൈതു സകാത വഹജജ്തുൽ ബൈത മൻ ഇസ്തതാഅ ഇലൈഹി ഫമാലി. ഒരു സഹാബി വന്ന് നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, 5 നേരം കൃത്യമായി ഞാൻ നമസ്കരിക്കുന്നു നബിയേ, എന്റെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കുന്നു നബിയേ, റമളാൻ മാസത്തിൽ ഞാൻ നോമ്പനുഷ്ഠിക്കുന്നു നബിയേ, അല്ലാഹു എനിക്ക് കഴിവ് തന്നെങ്കിൽ ഞാൻ ഹജ്ജ് ചെയ്തു നബിയേ, ഫമാലി യാ റസൂലല്ലാഹ്, എനിക്കുള്ള കൂലി എന്താണ് ഹബീബേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സഹാബി ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതെന്നറിയുമോ? കാന മഅൻ നബീന വസിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാരോടും സിദ്ദീഖീങ്ങളോടും സാലിഹീങ്ങളോടും ശുഹദാക്കളോടും ഇവർ സ്വർഗ്ഗത്തിലാ. പക്ഷേ ഒരു ഷർത്ത് കൂടി, നിബന്ധന കൂടി നബി തങ്ങൾ വെച്ചു, ഇല്ല അയ്യുഖ വാലിദൈ, അവന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ 5 നേരം കൃത്യമായി നമസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും സകാത്ത് കൊടുക്കുകയും ഹജ്ജ് ചെയ്യുകയും ചെയ്ത വ്യക്തിയാണോ ആരായാലും അവർക്ക് നാളെ പ്രവാചകന്മാരോടൊപ്പം സ്ഥാനമാ, സാലിഹീങ്ങളോടൊപ്പം സ്ഥാനമാ, ശുഹദാക്കളോടൊപ്പം സ്ഥാനമാ. അവന്റെ മാതാപിതാക്കളുടെ തൃപ്തിയുണ്ടെങ്കിൽ നബിമാരോടൊപ്പം നാളെ സ്വർഗത്തിൽ സഹവസിക്കാമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ. മാതാപിതാക്കളോട് സന്തോഷം പ്രകടിപ്പിച്ചവർ 5 നേരം നിസ്കരിച്ചിട്ട് ഇബാദത്ത് ചെയ്തിട്ട് ഉപ്പയോട് ഉമ്മയോട് കരുണ കാട്ടിയില്ല എങ്കിൽ ആ നിസ്കാരം കൊണ്ട് യാതൊരു ഫായിദയില്ല. എല്ലാതിന്റെ അർത്ഥം ഇപ്പൊ ഈ ഹദീസിന്റെ അർത്ഥം ഇല്ല അയ്യുഖ വാലിദൈ, മാതാപിതാക്കളെ വേദനിപ്പിക്കാതെയാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ, അവരോട് സഹകരിച്ചിട്ടാണ് ഇതൊക്കെ നീ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിനക്കിത് കൊണ്ട് കൂലി ഉണ്ടാകും, പുണ്യമുണ്ടാകും, നാളെ പ്രവാചകന്മാരുടെ സ്വർഗത്തിൽ സ്ഥാനം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. അതുകൊണ്ട് മാതാപിതാക്കളെ, മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ വേണേ. മക്കള് പിഴച്ചു പോയാൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ആ മാതാപിതാക്കൾ ഏറ്റെടുക്കേണ്ടി വരും. മക്കളുടെ കാര്യത്തിൽ പരിപൂർണ ഉത്തരവാദിത്തം ഉപ്പാക്കും ഉമ്മാക്കും. കെട്ടിച്ചു കൊടുക്കുന്നത് വരെ, കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് വരെ. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കല്ലേ. വിവാഹ ദിവസം അതാണ് നബിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ഉപ്പയും ഒരു ഉമ്മയും തന്റെ മക്കളോടുള്ള ഉത്തരവാദിത്തം എന്ന നിലയിൽ വിവാഹ ദിവസം ആ ഉപ്പ ആ തന്റെ കുട്ടിയുടെ കയ്യിൽ പിടിച്ചിട്ട് അവൻ പറയട്ടെ, മോനെ മകളെ, അദ്ദബ്തുക വഅല്ലംതുക വഅൻകഹതുക, നിനക്ക് ഞാൻ മര്യാദ പഠിപ്പിച്ചു, ഇൽമ പഠിപ്പിച്ചു, വിദ്യ പഠിപ്പിച്ചു തന്നു. നിന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നല്ലൊരു വരനെ കണ്ടെത്തി, നല്ലൊരു വധുവിനെ കണ്ടെത്തി നിനക്ക് ഞാൻ കല്യാണം കഴിപ്പിച്ചു തന്നു. നാളെ ആഖിറത്തിൽ اللهم إني أعوذ بك من فتنته ومن عذابه في الدنيا والآخرة. ദുനിയാവിൽ ഇവൻ ചെയ്യുന്ന ഓരോ തമ്മാടിത്തരത്തിന്റെ പേരിൽ ആഖിറത്തിൽ നീ എന്നെ പഴിചാരരുതേ പടച്ചവനെ, എന്നെ പിടിക്കരുതേ അല്ലാഹുവേ, ആഖിറത്തിൽ ഞങ്ങളെ നിന്ദിക്കരുതേ അല്ലാഹ്. നാളെ ഓരോരുത്തരും കല്യാണ ദിവസവും പെണ്ണിന്റെ കൈക്ക് പിടിച്ച് ഉമ്മ ഉപ്പ
പയ്യന്റെ ചെറുക്കന്റെ കൈക്ക് പിടിച്ച് ഉപ്പ ഉമ്മ പറയണം, മോനെ ഞാൻ കല്യാണം കഴിപ്പിച്ചു, പഠിപ്പിച്ചു, ഇൽമു പഠിപ്പിച്ചു, ഇനി പിഴച്ചു പോകല്ലേ, ഉപ്പാന്റെ ഉത്തരവാദിത്തം തീർന്നു. അങ്ങനെ ഓരോ വ്യക്തികളും പറയണമെന്ന് നബിയുടെ റസൂലുള്ളാഹി. ആര് പറയുന്നു? 500 ബൈക്കിന്റെ അകമ്പടിയോടുകൂടി നാട്ടുകാരെ ഇടങ്ങേറാക്കി പെണ്ണിനെ കൊണ്ടുപോകുന്നു, കല്യാണം കഴിക്കാൻ പോകുന്നു. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത യാത്രയാണിത്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കല്യാണമാണിത്. യാത്രക്കാരുടെ അവരുടെ യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ദുനിയാവിൽ ഒരു പ്രവർത്തനവും കാഴ്ചവെക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബാബരി മസ്ജിദിന്റെ ദിവസം അടുത്ത് വരുന്നു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുന്നതമായ നിലയിൽ അവിടെ ഒരു പള്ളിയെ സ്ഥാപിച്ചു തരട്ടെ. പടച്ചവനെ, നിനക്ക് സുജൂദ് ചെയ്യാൻ അതിനൊരു സ്ഥാനം നീ അവിടെ നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പാണ്, ജീവിതത്തിന്റെ തുടിപ്പാണ് പടച്ചവനെ. നിന്റെ മസാജിദുകളെ എല്ലാം നീ സംരക്ഷിക്കണമേ അല്ലാഹ്. അതിന്റെ പേരിൽ നമ്മൾ ഇവിടെ തമ്മിലടിക്കാനോ പ്രശ്നം സൃഷ്ടിക്കാനോ റോഡ് തടസ്സമുണ്ടാക്കാനോ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുത്തായ വാക്കുകൾ സ്വീകരിക്കാൻ ഞാനും നിങ്ങളും അർഹതപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് സഹോദരങ്ങളെ, ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നതായി നമുക്കറിയാൻ കഴിയുന്നു. നമ്മുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ സമ്പത്തിനും നമ്മുടെ സമാധാനത്തിനും നഷ്ടമാണ്. ചെറിയ ചെറിയ കുട്ടികൾ പോയിട്ട് ഇടങ്ങേറുണ്ടാകുമ്പോ നമ്മുടെ സമുദായത്തിന് തന്നെ വൻ നഷ്ടമാണ് നാം വിലയ്ക്ക് വാങ്ങുന്നത്. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ വഴിയോടുള്ള കടമകൾ നിറവേറ്റണമേ. റോഡിനോട് കടമകളുണ്ട്, നമുക്ക് റോഡിനോട് കടമകളുണ്ട്. ഹബീബായ തങ്ങളുടെ വാക്കാണ്. നമ്മളിതൊക്കെ സ്വീകരിക്കട്ടെ, പഠിക്കട്ടെ. കല്യാണത്തിന്റെ മാമാങ്കത്തിൽ ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു ഞെട്ടിപ്പോയി. 500 ഇത്ര പേരൊക്കെ ഈ ബൈക്കൊക്കെ ഇട്ട് റേസ് ചെയ്ത്, പിന്നെ സ്റ്റാൻഡൊക്കെ ഒന്ന് റോഡിലിട്ട് ഒന്ന് ഉരച്ച്. എന്താ അഹങ്കാരം, അഹങ്കാരം. വലാ തംശി ഫിൽ അർളി മറഹാ. അമേരിക്കക്കാരൻ 110 നില കെട്ടിടം കെട്ടിയിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ലോകത്ത് ഒരു കൊതുക് പറക്കണമെങ്കിൽ ഞങ്ങളുടെ കമ്പ്യൂട്ടർ അറിയണം. ഈ ലോകത്തെ ഏറ്റവും വലിയ കെട്ടിട സമുച്ചയം ഞങ്ങളുടേതാണ്. ലോകത്തുള്ള ഓരോ മനുഷ്യ മക്കളുടെ നാടുകളെയും ഗ്രാമങ്ങളെയും കീറി മുറിക്കാനുള്ള ഡെയ്സി കട്ടർ പോലുള്ള ആധുനിക ഉപകരണങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് അമേരിക്കക്കാരൻ വീരവാദം മുടക്കിയപ്പോ അള്ളാഹ് അത് ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹ് പറയുകയാണ്, إنك لا تخرق الأرض ولا تبلغ الجبال طولا. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കി കൊടുത്തു, എത്രത്തോളം നീ ആഗ്രഹിച്ചാലും കൊതിച്ചാലും അമ്പരചുംബികളായ കോട്ടകൊത്തളങ്ങൾ കെട്ടിപ്പൊക്കി 110 നിലയും 150 നില കെട്ടിടങ്ങളും കെട്ടിപ്പൊക്കിക്കൊണ്ട് ഈ ലോകത്തിന്റെ അതിപരാശക്തിയാണെന്ന് വാദിക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. വലൻ തഖ്രികൽ വലൻ തബ്ലുഗൽ ജിബാല തൂലാ. ആകാശമുട്ടോളം ഉയരുന്ന അമ്പരചുംബികളായ കൊട്ടാരങ്ങൾ കെട്ടാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. വലം തഖ്രികൽ അർള. ഭൂമിയെ പിളർക്കാൻ നിനക്കും കഴിയില്ല. അഫ്ഗാനിസ്ഥാനിന്റെ മണ്ണിലെ പാവപ്പെട്ട കുഞ്ഞുമക്കളുടെ നെഞ്ചിലേക്ക്, ഗസയുടെ മണ്ണിലെ പാവപ്പെട്ട കുഞ്ഞുമക്കളുടെ നെഞ്ചിലേക്ക് ഇതാ ഡെയ്സി കട്ടർ പോലുള്ള അത്യാധുനിക ഉപകരണങ്ങൾ അമേരിക്കക്കാരൻ കണ്ടുപിടിച്ചപ്പോ അത് ഭൂമിയിലേക്ക് വിന്യസിക്കുമ്പോ തന്നെ പുതഞ്ഞു പോവുകയും നിർവീര്യമാറി പോവുകയും ചെയ്യും. എന്തിനാണ് ഈ ഡെയ്സി കട്ടർ കണ്ടുപിടിച്ചത്? ഭൂമിയെ പിളർന്നു മാറ്റാൻ, മുസ്ലിമീങ്ങൾ അധിവസിക്കുന്ന ഗ്രാമങ്ങളെ തകർത്തെറിയാൻ, പിഴുതു മാറ്റാൻ വേണ്ടി പരിപൂർണമായി അവരെ നിർമ്മാർജ്ജനം ചെയ്യാൻ കണ്ടുപിടിച്ച ഡെയ്സി ഗട്ടർ അഫ്ഗാനിസ്ഥാനിന്റെ മണ്ണിലേക്ക് വീഴുമ്പോ അത് നിർവീര്യമായി പോകുന്നുവെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിന്റെ ഉടമസ്ഥനായ പടച്ചവൻ പറഞ്ഞു, ഭൂമി എന്റേതാണ്, ആകാശം എന്റേതാണ്. ഈ ഭൂമിയുടെ പരിപൂർണമായ സ്വത്തവകാശം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. വലില്ലാഹി മീറാദുസ് സമാവാതി വൽ അർദ്. ആകാശ ഭൂമിയുടെ ഉത്തരവാദിത്തം എന്റെ കൈകളിലാണ്, അതിന്റെ അനന്തര സ്വത്ത് എനിക്കുള്ളതാണെന്ന് പറഞ്ഞ പടച്ചതമ്പുരാൻ പറഞ്ഞു, ഭൂമിയെ പിളർക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. 110 നിലയും പോയി, ഡെയ്സി ഗട്ടറും തകർന്നു പോയി, ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അള്ളാന്റെ തർത്തീബ് പറഞ്ഞെന്താ? വലാ തംശി ഫിൽ അർളി മറഹാ.
ഭൂമിയിൽ ഹൂങ്കാരത്തോടെ ജീവിക്കല്ലേ. വഖസിദ് ഫീ മശീക് വഗ്ളുൽ മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. ഭൂമിയിൽ നടക്കുമ്പോ മിതത്വം പാലിക്കണമേ, സംസാരിക്കുമ്പോ ശബ്ദം അടക്കി സംസാരിക്കണമേ. ഉയർന്ന തരത്തിലുള്ള സംസാരം, ഒച്ചയിടല്, ബഹളമുണ്ടാക്കല്, തെറി പറയല്, അത് കഴുതയുടെ സ്വഭാവമാ, കഴുതയുടെ സ്വഭാവമാ. അല്ലാഹു പഠിപ്പിച്ചു വാക്കാണ്. അതുകൊണ്ട് കല്യാണത്തിന് നമ്മൾ നാട്ടുകാരെ ഇടങ്ങേറാക്കി റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയിട്ട് തമ്മിലടിപ്പിച്ചിട്ടുള്ള കല്യാണം അല്ല വേണ്ടത്. ഇതൊക്കെ ഈ കാസർഗോഡ് ജില്ലയിലെ നമ്മൾ കാണുന്നുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊന്നുമില്ല. സഹാബത്ത് കാലുകുത്തിയ പുണ്യമായ നാടിന്റെ മക്കൾ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തെങ്കിൽ ആ അനുഗ്രഹം നന്ദി ചെലുത്തിക്കൊണ്ട് ആ സഹാബാക്കളുടെ വഴികളെ, ഔലിയാക്കന്മാരുടെ വഴികളെ പിൻപറ്റി ജീവിക്കുക. അതാണ് വേണ്ടത്. ആ മാതൃകയാണ് നമുക്ക് വേണ്ടത്. ഓരോ പള്ളികളിലും എത്രയെത്ര മഹത്തുക്കളാണ് അടങ്ങിയിരിക്കുന്നത്. ഓരോരോ പള്ളികൾ പരിശോധിച്ചു നോക്കിയാൽ എത്രയെത്ര മഹത്തുക്കൾ. ആ മഹല്ലത്തിലുള്ളവരല്ലേ അവർക്ക് പോലും ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. എപ്പോഴാണ് അള്ളാന്റെ പിടി വരുന്നതെന്ന് അറിയില്ല. സൂക്ഷിക്കും മക്കളെ, സൂക്ഷിക്കും മക്കളെ. അള്ളാഹ് പറഞ്ഞ വാക്കുകളാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇയ്യാകും വൽ ജുലൂസ ഫിത്തുറുഖാത്ത്, വഴിയോരങ്ങളിൽ നിൽക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണേ, വഴിയോരങ്ങളിൽ ഇരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സഹാബത്തിനോട് പറഞ്ഞപ്പോ ഫമാലനാ ബുദ്ദു നതഹദ്ദസു ഫീഹി യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വരുമ്പോ അവരുമായി സംസാരിക്കുവാനും